രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് തലേന്ന് അരിയൊന്നും കുതിർത്തി വെക്കാതെ അരച്ച് വെക്കാതെ ഏറ്റവും സിമ്പിളായിട്ട് ഇതേപോലെ നിറച്ച കുത്തുകളുള്ള പഞ്ഞി പഞ്ഞി പോലുള്ള അപ്പത്തിന്റെ റെസിപ്പിയാണോ നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. റവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ അപ്പം റെഡിയാക്കി എടുക്കുന്നത്. കണ്ടു നോക്കുക. വീഡിയോക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാൻ മറക്കല്ലേ. ഉദാഹരണമായിട്ട് ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് റവയാട്ടോ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇതിനകത്തേക്ക് അതേ കപ്പിന് 250 ml കപ്പിന് തന്നെ 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ സാധാരണ വെള്ളം കേട്ടോ, ചൂടുവെള്ളമൊന്നുമല്ല. നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് എല്ലാം കൂടി ഒന്നുകൂടി കുതിർന്ന് വരാനായിട്ട് വെയിറ്റ് ചെയ്യാവേ. റവ ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ കുടിച്ച് ശരിക്കും ഒന്നുകൂടി കുതിർന്ന് വന്നോളും. ഒരു 10 മിനിറ്റ് അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം റവയൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വലിച്ചെടുത്ത് ശരിക്കും സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുവാണ്. ഒന്നുകൂടെ അടിച്ചെടുക്കണം എല്ലാം കൂടി. ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വലിയ പുളിയില്ലാത്ത നല്ല കട്ട തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനൊക്കെ ഇനി വേണ്ടത് ചെറിയ ഉള്ളിയാട്ടോ. ഒരു 3 വലിയ ചെറിയ ഉള്ളി എടുത്ത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇതേപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളി ആയിട്ട് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത് അരച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇതെല്ലാം ശരിക്കും ഒന്നും കൂടെ അടിച്ചെടുത്തുകൊണ്ട് വരാം. കണ്ടതാ ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ. ഇനിയിപ്പം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇതേപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ മിക്സിലേക്ക് റവയുടെ മിക്സിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിക്സിന്റെ പരിപാടി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ ശരിക്കും പൊങ്ങി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വേറെ ഈസ്റ്റ് ഒന്നും ചേർത്ത് ഒരു രാത്രി ഒന്നും മുഴുവൻ പുളിപ്പിക്കാനായിട്ട് വെക്കുന്നില്ല. ഇതേപോലെ ബേക്കിംഗ് സോഡ ചേർത്ത് ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മാവൊക്കെ ആണെങ്കിലും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒട്ടും തന്നെ സമയമൊന്നും കളയാതെ നല്ല ചൂടായ അപ്പച്ചട്ടിയിലേക്ക് ഇതേപോലെ മാവ് കോരി ഒഴിച്ച് നമുക്ക് അപ്പം ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടതാ ഒഴിച്ച വഴി തന്നെ നന്നായിട്ട് തന്നെ കുത്തുകളൊക്കെ വീണ് അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നമ്മൾ സാധാരണ അരിയൊക്കെ അരച്ച് അപ്പം ഉണ്ടാക്കുന്ന അതേ രീതിക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല പഞ്ഞി പഞ്ഞി പോലുള്ള സോഫ്റ്റ് ആയിട്ട് നിറച്ച കുത്തുകളൊക്കെ വീണിട്ടുള്ള അടിപൊളി അപ്പത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂടോടുകൂടി നല്ല ചൂട് ചമ്മന്തിക്കോ അല്ലാന്നുണ്ടെങ്കിൽ സാമ്പാറിൻ്റെയോ കൂടെ തന്നെ ഒരു ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഏറ്റവും സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നമ്മുടെ അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. അതേപോലെ തന്നെ വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. ബൈ.